തിരുവനന്തപുരം ജില്ലയിൽ കോൺഗ്രസിനെ നന്നായി നയിച്ച നേതാവായിരുന്നു ഇപ്പോൾ ഈ പാലോട് രവി എന്നാണ് ശക്തൻ പറയുകയും ചെയ്ത്. നിർഭൻ ഒരിക്കൽ കൂടി ചേരുകയാണ്. നിർഭൻ, ഇപ്പോൾ ശക്തൻ പറഞ്ഞു നല്ല രീതിയിൽ പ്രവർത്തിച്ച ഒരു DCC അധ്യക്ഷനായിരുന്നു പാലോട് രവി. അങ്ങനെ നല്ല രീതിയിൽ പ്രവർത്തിച്ച പാലോട് രവിക്ക് പോലും പറയേണ്ടി വരികയാണ്, ഏറ്റവും അടുത്ത കോൺഗ്രസ് പ്രവർത്തകരോട്, വാമനപുരം ബ്ലോക്ക് സെക്രട്ടറിയോട് പറയേണ്ടി വരികയാണ്, ഈ പാർട്ടിയിൽ നിന്നിട്ട് ഇനി കാര്യമില്ല, എടുക്കാച്ചരക്കായി മാറുകയാണ്. ഒരുപക്ഷെ ആ സംഭാഷണം തുടർന്നിരുന്നുവെങ്കിൽ കൂടുതൽ, അല്ലെങ്കിൽ കിട്ടുമായിരുന്നുവെങ്കിൽ കൂടുതൽ കടുത്ത പദപ്രയോഗങ്ങളിലേക്ക്, അല്ലെങ്കിൽ ഈ പറയുന്നത് തരത്തിൽ മറ്റെവിടെയെങ്കിലും ചേക്കേറിക്കോ എന്ന് പറയുന്ന തരത്തിലേക്കൊക്കെ പറഞ്ഞെന്നിരിക്കാം. പക്ഷേ ഏതായാലും പാലോട് രവിക്ക് പോലും വിശ്വസിക്കാൻ കഴിയാത്ത പാർട്ടിയായി കോൺഗ്രസ് മാറി. അതുതന്നെയാണ് ഈ സംസാരത്തിൽ നിന്നും അദ്ദേഹത്തിൻ്റെ പ്രസ്താവനയിൽ നിന്നും ഇന്ന് നടന്ന സംഭവങ്ങളിൽ നിന്നും അടക്കം നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. സിജു, ഈ പറഞ്ഞ അവരുടെ കോൺഗ്രസ് നേരിടുന്ന ആശയക്കുഴപ്പം മുതിർന്ന നേതാവ് എൻ ശക്തൻ്റെ ഇപ്പോഴത്തെ പ്രതികരണത്തിൽ തന്നെയുണ്ട്. അദ്ദേഹത്തിന് നടപടിയെടുക്കാൻ തരത്തിലുള്ള തെറ്റൊന്നും ചെയ്തിട്ടില്ല, അദ്ദേഹത്തിന് ചെയ്യാത്ത കുറ്റത്തിനാണ് അദ്ദേഹത്തിന് പദവി നഷ്ടമായതെന്ന് പറയുന്ന ശക്തൻ അതിനോട് അടുത്ത ചോദ്യത്തിൽ തന്നെ പറയുന്നുണ്ട്, എന്തുകൊണ്ട് അങ്ങനെയാണ് എങ്കിൽ അദ്ദേഹത്തിൻ്റെ പ്രസംഗം മുഴുവൻ കേട്ട് AICCയും നേതൃത്വവും അദ്ദേഹത്തിൻ്റെ വിശദീകരണം കേട്ട ശേഷം അദ്ദേഹത്തിൻ്റെ പദവിയിൽ നിലനിർത്തിയില്ല, സതുദ്ദേശത്തോടെയാണ് എങ്കിൽ എന്തുകൊണ്ട് അദ്ദേഹത്തിന് പദവി നഷ്ടമായി എന്ന ചോദ്യം. അതിന് ചില പദങ്ങൾ ഉപയോഗിച്ചത് ശരിയായില്ല എന്ന കാര്യം അദ്ദേഹം പറയുന്നു. അപ്പോൾ ഏതാണ് സിജു നേരത്തെ സൂചിപ്പിച്ചതുപോലെ ചില വാക്കുകൾ എന്ന് പറഞ്ഞാൽ കേരളത്തിലെ രാഷ്ട്രീയ സാഹചര്യം തുറന്ന് അദ്ദേഹത്തിൻ്റെ ബ്ലോക്ക് ജനറൽ സെക്രട്ടറിയോട് പറഞ്ഞതാണ്. അത് പുറത്തു വന്ന് മാത്രമാണ് ജനങ്ങൾ പുറത്തറിയുന്നത്. അതിൽ നേരത്തെ തന്നെ ആഭ്യന്തരമായി കോൺഗ്രസ് എൻ ശക്തൻ അടക്കമുള്ള മുതിർന്ന നേതാക്കൾ പല കമ്മിറ്റികളിലും രാഷ്ട്രീയകാര്യ സമിതി യോഗങ്ങളിലും അടക്കം പറയുന്ന കാര്യം തന്നെയാണ് പാലോട് രവി പറഞ്ഞത്. കേരളത്തിലെ രാഷ്ട്രീയ സാഹചര്യം നിലവിൽ മൂന്നാമതും LDF സർക്കാർ അധികാരത്തിൽ വരുന്ന രാഷ്ട്രീയ സാഹചര്യമാണ്. BJPയുടെ മുന്നേറ്റം കോൺഗ്രസിന് തിരിച്ചടി ഉണ്ടാവും. 60 മണ്ഡലങ്ങളിൽ നേരത്തെ കോൺഗ്രസ് വോട്ട് BJPയിലേക്ക് മറിഞ്ഞിരുന്നു. പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പിൻ്റെ കണക്ക് പരിശോധിക്കുകയാണെങ്കിൽ അതേ സാഹചര്യമാണ് തദ്ദേശ തെരഞ്ഞെടുപ്പിലും വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിലും സംഭവിക്കാൻ. 60 മണ്ഡലങ്ങളുടെ കാര്യമുണ്ടല്ലോ, അത് ഇന്നലെയും പാലോട് രവി പറയുന്നുണ്ടല്ലോ. 60 മണ്ഡലങ്ങൾ എന്ന് പറഞ്ഞാൽ ഈ ധാരണ അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിൽ 60 മണ്ഡലങ്ങളിൽ ധാരണയുണ്ട് എന്ന് തന്നെയാണ്. 60 മണ്ഡലങ്ങളിൽ കോൺഗ്രസിന്റെ വോട്ട് BJPക്ക് കൊടുക്കും എന്ന് തന്നെയല്ലേ പാലോട് രവി കഴിഞ്ഞ ദിവസം വ്യക്തമായി പറഞ്ഞു. തീർച്ചയായും അദ്ദേഹം പറഞ്ഞതിൻ്റെ കണക്ക് എന്ന് പറയുന്ന കണക്ക് അത് വ്യക്തമാക്കുന്നില്ല. നമ്മൾ കോൺഗ്രസ് കേന്ദ്രങ്ങളിൽ നിന്ന് അറിയുന്നത് പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പിലെ കണക്കനുസരിച്ച്, വോട്ടിംഗ് പാറ്റേണിൻ്റെ കണക്കനുസരിച്ച് BJP മുന്നേറ്റമുണ്ടാക്കിയ കോൺഗ്രസ് വോട്ടുകൾ ഒഴുകിപ്പോയ, എന്നാൽ LDF അവരുടെ അടിസ്ഥാനപരമായ വോട്ട് നിലനിർത്തുകയും എന്നാൽ LDF പരാജയപ്പെടുകയും ചെയ്തു. പക്ഷേ അതേ വോട്ടിൻ്റെ ഒഴുക്ക് സ്വാഭാവികമായും ആ ഒഴുക്ക് BJPക്ക് അനുകൂലമായി തദ്ദേശ തെരഞ്ഞെടുപ്പിലും നിയമസഭാ തെരഞ്ഞെടുപ്പിലും ഈ 60 മണ്ഡലങ്ങളിൽ ഒഴുകുകയാണ് എങ്കിൽ അതിൻ്റെ കോട്ടം നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഉണ്ടാകുന്നത് കോൺഗ്രസിനായിരിക്കും. LDFിൻ്റെ സ്ഥാനാർത്ഥി അതാത് നിയമസഭാ മണ്ഡലങ്ങളിൽ വിജയിക്കുകയും ചെയ്യും. ഇങ്ങനൊരു കണക്ക് കോൺഗ്രസിനുണ്ട്. ആ 60 മണ്ഡലങ്ങളുടെ കണക്ക് ഇനി പാലോട് രവി വ്യക്തമാക്കേണ്ടതാണ്. ഇനി അടുത്ത ദിവസങ്ങളിൽ നമുക്ക് കോൺഗ്രസ് കേന്ദ്രങ്ങളിൽ നിന്ന് ആ കണക്കുകളിലേക്ക് ഏത് മണ്ഡലമാണെന്ന കാര്യം എടുക്കാം. അദ്ദേഹം കണക്കാക്കി വെച്ചിരിക്കുന്ന കണക്ക് അത് കോൺഗ്രസിൻ്റെ ഈ പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പിന് ശേഷമുള്ള റിവ്യൂ മീറ്റിങ്ങുകളിലും പറഞ്ഞൊരു കണക്കാണ്. അത് അവരൊരു വിലയിരുത്തൽ ഏറെക്കുറെ ശരിയായ വിലയിരുത്തലാണെന്ന് നമുക്ക് പറയാം. പല നേതാക്കളും പറയുന്നത് അങ്ങനെയാണ്. അതായത് തിരുവനന്തപുരം പാർലമെൻറ്റ് മണ്ഡലത്തിലെ 2 മണ്ഡലങ്ങളും, തിരുവനന്തപുരം ജില്ലയിലെ 2 മണ്ഡലങ്ങളും, തൃശ്ശൂരിലെ മണ്ഡലം, ഇത് സമാനമായി ആലപ്പുഴ, അങ്ങനെ പല മണ്ഡലങ്ങളിലെയും കണക്കാണ്. ഇത്തരം മണ്ഡലങ്ങളിലുണ്ടായ വോട്ട് ചോർച്ച പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പിൽ അവർക്ക് ഗുണമായി മാറി, അത് LDFന് ക്ഷീണമായി മാറിയിട്ടുണ്ട്. പക്ഷേ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വരുമ്പോൾ അത് നേരെ തിരിയും, അത് കോൺഗ്രസിനായിരിക്കും ദോഷമുണ്ടാക്കുക എന്നതാണ് അവരുടെ കണക്ക്. ആ കണക്കാണ് പാലോട് രവി ഈ പറഞ്ഞ ബ്ലോക്ക് ജനറൽ സെക്രട്ടറിയോട് പറയുന്നത്. ഏറെക്കുറെ അത് കൃത്യമായ വിലയിരുത്തലാണ്. നിലവിലെ രാഷ്ട്രീയ സാഹചര്യം അങ്ങനെ തന്നെയാണ്. LDFന് അനുകൂലമായി നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഒരു പാറ്റേൺ ചിന്തിക്കുന്ന ജനങ്ങളുണ്ട്. കാരണം കേരളത്തിൽ LDF സർക്കാരിനെ വിലയിരുത്തുമ്പോൾ അത് സ്വാഭാവികമായി താരതമ്യം ചെയ്യുന്നത് ഇത്തരത്തിലുള്ള UDFനുമായി ബന്ധപ്പെട്ടാണ്. കഴിഞ്ഞ 2016 പാലോട് രവി പറഞ്ഞതിൽ നിന്ന് വായിച്ചെടുക്കാൻ കഴിയുന്ന ചില ജാതി സമവാക്യങ്ങൾ കോൺഗ്രസിന് ചില കാലഘട്ടങ്ങളിൽ തുണയായിരുന്നിട്ടുണ്ട്, അതെല്ലാം അസ്തമിച്ചു കഴിഞ്ഞിരിക്കുന്നു എന്ന സൂചന കൂടി ഉണ്ട്. അതന്നെയാണ് ഞാൻ വ്യക്തമായി പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പിലെ കണക്ക് പറഞ്ഞപ്പോൾ സിജുവിന് മറിച്ച് മനസ്സിലായി കാണും. അന്ന് പാർലമെൻറ്റിൽ സഹായിക്കുന്ന ചില ഈ ചോർച്ച ഉണ്ടാകുമ്പോൾ സഹായിക്കുന്ന അവർക്ക് പിന്നിൽ നിന്ന് അവർക്ക് കിട്ടിയിട്ടുള്ളൊരു വോട്ട് ബാങ്കിൻ്റെ ഒരു പാറ്റേൺ ഉണ്ട്, വോട്ടിങ്ങിൻ്റെ ഒരു ഫ്ലോ ഉണ്ട്. അത് നമ്മൾ തിരുവനന്തപുരത്തെ ഏറ്റവും ലളിതമായി പറഞ്ഞാൽ തിരുവനന്തപുരം ശശി തരൂർ ജയിച്ച പാർലമെൻറ്റ് മണ്ഡലത്തിലെ സ്ഥിതി പരിശോധിക്കുമ്പോൾ നമുക്കറിയാൻ പറ്റും എന്തുകൊണ്ടാണ് രാജീവ് ചന്ദ്രശേഖരൻ തലസ്ഥാന നഗരത്തിലെ ഏത് ഭാഗത്താണ് ലീഡ് ചെയ്തത്, എങ്ങനെയാണ് ശശി തരൂരിന് അനുകൂലമായി മറ്റു ഭാഗത്ത് വന്നത്. അത് ഓരോ സീറ്റുകളും പരിഗണിക്കുമെന്ന് മനസ്സിലാവും. ആ ഒരു പിന്തുണ നിയമസഭാ തെരഞ്ഞെടുപ്പിലേക്ക് വരുമ്പോഴേക്കും അത് കോൺഗ്രസിന് ലഭിക്കില്ല. BJPയിലേക്ക് വോട്ട് ചോർന്നു പോവുകയും ചെയ്യും. അപ്പോൾ ഈ 60 മണ്ഡലങ്ങൾ നിർണായകമായി മാറും.
ഒപ്പം തന്നെ നിലവിൽ കോൺഗ്രസിൻ്റെ തദ്ദേശ ഭരണത്തിൽ ഇരിക്കുന്ന തദ്ദേശ സ്ഥാപനങ്ങൾ കൂടി കോൺഗ്രസിന് നഷ്ടമാവും എന്നാണ് പാലോട് രവി പറയുന്നത്. അത് ചില പഞ്ചായത്തുകളും തദ്ദേശ സ്ഥാപനങ്ങളും അദ്ദേഹം ഉദാഹരണ സഹിതമാണ് വ്യക്തമാക്കുന്നത്. ആ വ്യക്തമാക്കുന്നത് വെറുതെ ഒരു കോൺഗ്രസിൻ്റെ ജനറൽ സെക്രട്ടറി, ബ്ലോക്ക് ജനറൽ സെക്രട്ടറിയോട് വെറുതെ പറയില്ലല്ലോ. അദ്ദേഹം വ്യക്തമായ കണക്കിൻ്റെ റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇത് പറയുന്നത്. പക്ഷേ ഇപ്പോൾ ശക്തനെ താൽക്കാലികമായി DCC അധ്യക്ഷൻ്റെ ചുമതല നൽകി അദ്ദേഹം ശക്തമായി നയിക്കുമെന്നാണ് ശക്തൻ പറയുന്നത്. കാരണം അദ്ദേഹം തീരുമാനിച്ചു കഴിഞ്ഞു DCC അധ്യക്ഷ പദവി ഏറ്റെടുത്ത് അദ്ദേഹത്തിൻ്റെ വാക്കുകൾ തന്നെയുണ്ട്, ഞാൻ ശക്തമായി നയിക്കും. ഇനി അടുത്ത് വരാൻ പോകുന്ന അടുത്തൊരു പ്രശ്നമാണ്, താൽക്കാലിക ചുമതലയാണ് ശക്തനെ നൽകുന്നത്. ഇനി അടുത്തുണ്ടാകുന്ന ശക്തനെ പോലെ ഒരു നേതാവ് എന്ത് സമ്മർദ്ദമായിരിക്കും അടുത്തുണ്ടാക്കുന്നത് എന്നൊക്കെ കാത്തിരുന്ന് കാണാം. എന്നാലും മുതിർന്ന നേതാവ് ആ കാര്യത്തിൽ പിടിവാശി കാണിക്കില്ല എന്നൊരു പ്രതീക്ഷയിലാണ് ശക്തനെ ആ പദവിയിലേക്ക് കൊണ്ടുവന്നത്. 2 ആഴ്ച കഴിയുമ്പോഴേക്കും KPCC പുനഃസംഘടനയും DCC പുനഃസംഘടനയാകുമ്പോൾ തിരുവനന്തപുരത്ത് പുതിയ ആളെ കൊണ്ടുവരാനാണ് കോൺഗ്രസ് ആലോചിക്കുന്നത്. അപ്പോഴേക്കും ഇനി അടുത്ത പോരാട്ടത്തിലേക്ക് തുറക്കുമോ എന്ന കാര്യം ഇന്ന് ശക്തൻ്റെ ഒരു പ്രതികരണത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കേണ്ടതാണ്. വായിക്കാം. അപ്പോൾ ഇനി അടുത്ത് കാത്തിരിക്കുന്നത് DCCയിൽ ഇങ്ങനെയുള്ള കുറച്ച് വിഷയങ്ങളാവും. പക്ഷേ കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം സിജു ഇത് ഉണ്ടാക്കിയ ക്ഷീണം വളരെ വലുതാണ്.